എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സർവേയറാണ്. നക്ഷ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഡാറ്റ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ റീസർവേ, ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങളുടെ സ്ഥലം അളന്ന് പോയിട്ടുണ്ട്. സർവേയർമാർ വന്ന് നിങ്ങളുടെ അതിരുകൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ടും പോയിന്റ് എടുത്ത് അവർ നിങ്ങളുടെ അടുത്ത് ഏരിയയും ഡീറ്റെയിൽസും എല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം മേടിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അതായത് കരമടച്ച പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇതുവരെ മേടിച്ചിട്ട് പോയിട്ടുണ്ടാവുക. നിങ്ങളുടെ ഏരിയ എത്രയാണെന്നുള്ളത് സർവേയർ പറഞ്ഞിട്ടുണ്ടാവും. അത്തരത്തിലുള്ള കാര്യം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഡിജിറ്റൽ സർവേക്കകത്ത് നക്ഷ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ്, ആ ലാൻഡിനെ സംബന്ധിക്കുന്ന മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിന് ഭാഗമാക്കിയിരിക്കുന്നത്. അതിൽ ഉൾപ്പെട്ട് വരുന്നൊരു സർവേയർ കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇനി നിങ്ങളുടെ ലാൻഡിൽ വരുന്ന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്, ലാൻഡിൽ ഇപ്പോൾ നിലവിലുള്ള കട, വീട് അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കോർപ്പറേഷൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എല്ലാ സ്ഥലത്തും നമ്മൾ കരമടയ്ക്കുന്ന, അതായത് ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ സർവേ ആയിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ തരത്തിലുള്ള കാര്യത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഓൾഡ് വാർഡ് നമ്പർ നമുക്ക് വേണം. ഇപ്പോൾ പുതിയ ഇലക്ഷന് ശേഷം പുതിയ വാർഡുകൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ പഴയ ആയിട്ടുള്ള വാർഡ് നമ്പറാണ് ആവശ്യം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മിക്ക വീടിൻ്റെയും ഡോറിൻ്റെ മുകളിൽ തന്നെ ഇത് ഒരു ആണിയടിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ചെറിയൊരു പേപ്പറിൽ, ഒരു ചെറിയ ഷീറ്റിൽ വാർഡ് നമ്പരും അതുപോലെ തന്നെ വീട്ടിൻ്റെ നമ്പരും, അതായത് ഡോർ നമ്പറും വെച്ചിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസ് ആണ് സർവേയർക്ക് വേണ്ടത്. അതായത് ഏത് വാർഡാണ്, ഡോർ നമ്പർ എത്രയാണ്, ഈ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ തന്നെ കടയ്ക്കും ഇതേപോലെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് സർവേയർ നിങ്ങളുടെ സ്ഥലത്ത് വരുമ്പോൾ കൊടുക്കണം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ്, നിങ്ങൾ എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കരമടയ്ക്കുന്ന പേപ്പറിനകത്തുള്ള ഏരിയ നിൽക്കുന്ന നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ തന്നിട്ടുള്ള ഒരു പട്ടയം ഉണ്ടാവും. ഈ ഡീറ്റെയിൽസും നിങ്ങൾ സർവേയർ വരുമ്പോൾ, അതിൻ്റെ മെയിനായിട്ട് വേണ്ടത് ആ ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ, അത് ഏത് വർഷം രജിസ്റ്റർ ചെയ്തു, അതുപോലെ തന്നെ പട്ടയമാണെന്നുണ്ടെങ്കിൽ ഏത് വർഷമാണ് അത് കിട്ടിയത്, ആ പട്ടയത്തിൻ്റെ നമ്പർ, ഇത്തരത്തിലുള്ള ഡാറ്റാസും. ചില സമയങ്ങളിൽ ആ ഡാറ്റ നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള പേൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നിന്നാണ് നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ ഈ പറയുന്ന എൻ്റെ ഭൂമി പോർട്ടലിലോട്ട് എടുക്കുന്നത്. ചില അവസരങ്ങളിൽ ഡാറ്റാസ് ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ സർവേയർക്ക് സ്കാൻ ചെയ്യാൻ, അതായത് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാരം മുഴുവനായിട്ടും കൊടുക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വീടിൻ്റെ പിക്ചർ, അതായത് വീടാണോ ബിൽഡിംഗ് ആണോ എന്താണ്, കടമുറിയാണോ, എന്തായാലും ലാൻഡിലുള്ള ബിൽഡിങ്ങിൻ്റെ പിക്ചർ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും കൂടി നിങ്ങൾ ഈ ഒരു നക്ഷ എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സർവേയർ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ വെരിഫിക്കേഷൻ. അതായത് തണ്ടപ്പേരുടമ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ആധാർ നമ്പർ ഉണ്ടാവും. ആ ആധാർ നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കോണ്ടാക്ട് നമ്പർ, ഫോൺ നമ്പർ ഉണ്ടാവും. ആ നമ്പറിലോട്ട് ഡയറക്റ്റ് നമുക്ക് രണ്ട് ഒ ടി പി ഒരേ സമയം അയക്കുന്നുണ്ട്. ആ രണ്ട് ഒ ടി പിയും വെരിഫൈ ചെയ്താൽ മാത്രമേ ആ തണ്ടപ്പേരുടമയ്ക്ക് ആ ഒരു പോർട്ടലിലേക്ക്, അതായത് സർവേയുടെ ഈ പോർട്ടലിലേക്ക് ആക്സസ് ഉണ്ടാകത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആധാർ വെരിഫിക്കേഷൻ. അതുകൊണ്ട് ആ തരത്തിൽ ഈ ആധാർ വെരിഫിക്കേഷൻ ഒരു കാരണവശാലും തണ്ടപ്പേരുടമയായിട്ടുള്ള ഓരോ ലാൻഡ് ഓണേഴ്സും മിസ് ചെയ്യരുത്. മാക്സിമം അത് എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിവരങ്ങളെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട്. എന്നാലും എല്ലാ സ്ഥലത്തെയും വാർഡ് മെമ്പേഴ്സിനെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ നിങ്ങളുടെ പ്രദേശത്തേക്ക് ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ വാട്സപ്പ് സന്ദേശങ്ങളും ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ നിലവിൽ നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നാണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. സർവേയർ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിലേതെങ്കിലും ഒരു ഡാറ്റ നിങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഡീറ്റെയിൽസ് സർവേയറെയോ അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഈ പറയുന്ന വില്ലേജിൻ്റെ ക്യാമ്പ് ഓഫീസിലോ അതുപോലുള്ള ഓഫീസുകളിലേക്ക് നിങ്ങളിത് സർവേയറുടെ നിർദ്ദേശപ്രകാരം എവിടെയാണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഡീറ്റെയിൽസ്
അതുപോലെ തന്നെ ആധാർ വെരിഫിക്കേഷൻ, വീടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിക്കുക. ഓക്കെ, താങ്ക് യു.